ഹലോ എവരിവൺ. നേഴ്സിംഗ് കഴിഞ്ഞ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇവരുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷനുമാണ് ഓസ്ട്രേലിയ. എന്നാൽ ഈ ഓസ്ട്രേലിയയിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ IRS ഗ്രൂപ്പിന്റെ സീനിയർ OET ട്രെയിനറും എക്സാം കോർഡിനേറ്ററുമായ ചിന്നു മാമിനോട് നമുക്ക് ചോദിച്ചറിയാം. ഹായ് മാം. ഹായ് എബി. അപ്പം മാം, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സ് പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ട് അപ്പം ഏതൊക്കെ എക്സാംസ് ആണ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളായ OETയോ IELTS അല്ലെങ്കിൽ PTയും അതിൻ്റെ കൂടെ തന്നെ NCLEX RNും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. മാം, പക്ഷെ ഞാൻ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ NCLEX RN ക്ലിയർ ചെയ്യാൻ ഭയങ്കര ടഫാണെന്ന്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എബി ഇപ്പോൾ ചോദിച്ചത്. ശരിക്കും ഇതൊരു തെറ്റായ ധാരണയാണ് NCLEX RN വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആണെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു മാസ്റ്റേഴ്സ് ഇൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എടുത്ത വ്യക്തിയാണ്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCLEX RN ക്വസ്റ്റ്യൻസ് ഈസ് ആൻ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. നഴ്സിംഗിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് NCLEX RN. ഏതെങ്കിലും ഒരു കുട്ടി IELTS അല്ലെങ്കിൽ OET PT ക്ലിയർ ചെയ്തൊരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് NCLEX RN നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മാം, ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളായിട്ടുള്ള ഈ OET PT IELTS ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഒരു വാലിഡിറ്റി പീരീഡ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ലൈക്ക് 2 years ഒക്കെ. അപ്പോൾ ഈ NCLEX RN അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ടൈം പീരീഡോ അങ്ങനെ എന്തെങ്കിലും വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? NCLEX RN ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്ട്രേലിയക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആദ്യം തന്നെ NCLEX RN ക്ലിയർ ചെയ്യുക. അതിനുശേഷം OET IELTS PT ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളിലൊന്ന് പാസ്സായാൽ മതിയാവും. അപ്പോൾ മാം, എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, നമ്മൾ ഈ IRS ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന NCLEX RN ക്ലാസ്സുകളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? IRS ഗ്രൂപ്പിൽ NCLEX RN നമുക്കൊരു 11 വർഷത്തിലേറെയായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് 1-on-1 ഇൻഡിവിജ്വൽ ക്ലാസ്സസും ഗ്രൂപ്പ് ക്ലാസ്സസും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ് നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. MSc ഇൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി നഴ്സിംഗ്, OBG ആൻഡ് സൈക്യാട്രി, എല്ലാ ഏരിയയിൽ നിന്നുള്ള ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് എല്ലാ ഏരിയയിലും നമ്മളത് കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് സോ ഒരു 100% സക്സസ് റേറ്റ് നമുക്ക് അവർക്ക് അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാം, നമ്മുടെ IRS ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ NCLEX RN ചെയ്യാനായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും? IRS പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സസും ഗ്രൂപ്പ് ക്ലാസ്സസുമാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് IRS ലേണിംഗ് ആപ്പാണ്. അതൊരു ബോണസ് ആണ് നമ്മുടെ കാൻഡിഡേറ്റ്സിന്. അതിൽ 72 hours റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് എവിടെ ഇരുന്നും ഏത് സമയത്തും അവർക്കത് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന്. അപ്പോൾ ഓസ്ട്രേലിയ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചിരിക്കുന്ന നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് IRSനെ സമീപിക്കാം. IRSൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജുകളായിട്ടുള്ള IELTS ആണെങ്കിലും OET ആണെങ്കിലും PT ആണെങ്കിലും ഇനി NCLEXന്റെ ട്രെയിനിങ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ IRS ഇവിടെ റെഡിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കംപ്ലീറ്റ് എൻ്റെ പ്രോസസ്സിങ്ങും നമ്മൾ IRS ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് IRSുമായി കോൺടാക്ട് ചെയ്യാം.